ഞാന് ഈ വിഷയത്തിലേക്ക് വരാൻ കാരണം ഞാനും അജീബ് പോളും തമ്മില് ഈ ഈ വിഷയത്തിൽ ഒരു ചർച്ചയില്, അതായത് പ്രവാചകന്റെ ജീവിത ചരിത്രം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ചർച്ച ഉണ്ടോ എന്ന് എന്നെ ഒരു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ നടത്താൻ തയ്യാറാണ്. പകരം യേശു ക്രിസ്തു ഉണ്ടാവണം. അപ്പൊ പുള്ളി പറഞ്ഞൊക്കെ ഞാൻ റെഡിയാണ്. ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. ഇച്ചിരിയെങ്കിലും ഇതുള്ളവൻ ഒരുത്തരുണ്ടെ കൊണ്ടുപോവാ. ഒരു ഉപ്പിനെങ്കിലും കൂട്ടാൻ, അല്ലെ വാടകയ്ക്കെങ്കിലും എടുത്തോണ്ട് പോവാ. ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരുത്തനില്ലല്ലേ, നട്ടലുള്ള ഒരുത്തനില്ലല്ലേ. ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങണ പുറത്ത്. ആരാ ഈ വഴി പോവാം? ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം നീ വാടാ. വേണ്ടട്ടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ട്. യാസറേ, നമുക്ക് ഇപ്പൊ തന്നെ ഈ റൂമിന്റെ ടൈറ്റിൽ മാറ്റാം. ടൈറ്റിൽ മാറ്റിയ സംവാദം വെക്കാം. യാസർ നാസർ കുടുംബ സംവാദം, ഖുർആനായത്തുൽ വിഷയം. ഞാൻ തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. മുഹമ്മദിനേക്കാൾ ഏറ്റവും നല്ല മനുഷ്യൻ യേശുവാണ്. യേശു പറഞ്ഞത് ഈ 2-ാം നൂറ്റാണ്ടിലും ഇന്നത്തെ നൂറ്റാണ്ടിലും പിന്നെ സാധിക്കും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നീ മറ്റുള്ളവർക്ക് നീ ചെയ്തു കൊടുക്കുക. ശത്രുവിനെ സ്നേഹിക്കുക, ഇതാണ് പറഞ്ഞത്. പക്ഷേ മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞായിട്ട് നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. നിന്റെ തിളപ്പ് കുറച്ച് ദിവസം കൊണ്ടേ കാണുന്നു. നിന്റെ ഈ ഊമ്പിയ സ്വഭാവം ഉണ്ടല്ലോ, അതായത് പിന്നെ നീ ഒരു നിരീശ്വരവാദി ആണെങ്കിൽ നീ നിരീശ്വരവാദിയുടെ കൂടെ ഇരുന്ന് മര്യാദക്ക് ആരെ വേണമെങ്കിലും അടിക്കടാ. നിന്റെ തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. നീ ഏതെങ്കിലും മൂലൊക്കെ പോയി കിടക്ക്. നീ ഊഞ്ഞാലിരുന്നോ, ആട്ടല്ലേ നീ. ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണെന്നറിയാമോ? നിന്റെ തന്ത. സ്വന്തം കുണ്ടിക്കിട്ട് വെടിവെക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഈ മിഷണറീസിനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. മിഷണറീസിനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ട്രയൽ എന്തി? Where is the trial? Where is the investigation report? Where they have been misused the fund? ചാരപ്രവർത്തനത്തിന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളും ഇക്കാര്യങ്ങളെയും വിദേശികൾക്ക് ചോർത്തി കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കുന്നത്, ഒഫീഷ്യലായിട്ട് ശമ്പളം കൊടുത്ത്. ഈ ഫണ്ടുകൾ സ്പൈക്ക് വേണ്ടി, അല്ലെങ്കിൽ കലാമിറ്റീസിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവാക്കി എന്നുള്ള തെളിവുകൾ എവിടെ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇന്നും ഇന്ത്യയിൽ ഇത്തരം സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ചെന്നൈ ആസ്ഥാനമാക്കിയേക്കാം. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഊഹിക്കുന്നുടാ പട്ടി. നിനക്ക് ഒരു ഫാദർ ആണെന്നുണ്ടെങ്കിൽ നീ തെളിയിക്ക്. ട്രയൽ വന്നു, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നു, ഓൺ ദാറ്റ് ബേസിസ് ദേ ഹാവ് ബീൻ പണിഷ്ഡ് എന്നുള്ള തെളിവ് വെക്കാൻ തന്റെ അവിടെ ഉണ്ടോ വെക്കടാ. ചുമ്മാ കിടന്ന് ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിന് പൊഹഞ്ഞു വീണ വാണമായിട്ട് നടക്കാതെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി ആയിരിക്കും.
ഉറപ്പിക്കാമോ? അദ്ദേഹത്തെ വിമർശിക്കാത്ത ഒരു സെക്കൻഡ് ഇല്ല. എന്തുകൊണ്ട് ഇത്രത്തോളം അദ്ദേഹത്തെ വിമർശിക്കുന്ന വെച്ചാൽ അദ്ദേഹം 2.5 വയസ്സ് ഉള്ളപ്പോൾ ഒരു കുഞ്ഞ് മുട്ടയിലെഴയുന്നത് കണ്ടപ്പോൾ അണ്ടി പൊങ്ങിയ മുഹമ്മദിന്റെ മാതൃക. 1 വയസ്സുള്ള കുഞ്ഞിന്റെ നഗ്നത കണ്ടപ്പോൾ അണ്ടി പൊങ്ങിയ മുഹമ്മദിനെ താൻ പറഞ്ഞ അയാൾ പുരുഷനായിരുന്നെന്നാ പറഞ്ഞേ. ഇതാണോ പൗരുഷത്തിന്റെ ലക്ഷണം? മറുപടി പറ. അങ്ങേയറ്റം മാനസിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ്. 6 വയസ്സുള്ള കൊച്ചിനെ കല്യാണം കഴിച്ച് തൊടയിലടിച്ചതാണ്. അത് കഴിഞ്ഞ് 9 വയസ്സായപ്പോ കൊച്ചിനെ ഭോഗിച്ചതാണ് അയാള്. അയാളാണ് പറയുന്ന മുട്ടയിലെഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോ അയാൾക്ക് കല്യാണം കഴിക്കണമെന്ന്. ഇയാൾ എന്താ കരുതിയിരിക്കുന്നത്? ആ കുഞ്ഞിനെ എടുത്ത് മടിവെക്കും. ഞാൻ കേട്ടത് അന്ന് അതിന്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ഒളിപ്പിച്ചതാ. പിന്നെ മുഹമ്മദ് ചത്ത് കഴിഞ്ഞിട്ടേ ആ കുഞ്ഞ് പുറത്തു വന്നിട്ടുള്ളൂ. അതെനിക്കറിയാമോ? പോസ്കോ മുഹമ്മദിന്റെ അനുയായിയാണ് നീ. പോസ്കോ മുഹമ്മദിന്റെ എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഇതറിയത്തില്ല. 0.5 സ്പീഡിലിട്ട് കേൾക്കേണ്ട ഒരു സാധനം കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. അത് കേട്ടായിരുന്നോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഇവിടെ ഒരു പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പെൺകൊച്ചു വന്നു ആരോച്ച് സ്പ്രിംഗ് പോലെ നിൽക്കും. റാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയഞ്ഞു പോയ ഒരുമാതിരി ലാഗടിച്ച്. ഇതങ്ങനെയല്ല, പ്രത്യേക താള. അതിപ്പോ എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ. റാണി എടുക്കുന്നതുമാതിരി തന്നെ എല്ലാ സാധനങ്ങളും പുള്ളിക്കാരി എടുക്കാതിരിക്കില്ല, എല്ലാം എടുക്കും. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. റാണീനെ നമ്മളൊരു അംബാസഡർ കാറിനോട് ഉപമിച്ചാൽ ഈ പുള്ളിക്കാരി ലംബോർഗിനിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുവായാലും അത് കാക്കാൻ നക്കിയതാ. നിങ്ങളൊക്കെ പുറകെ മണപ്പിച്ച് നടന്നിട്ട് ഒരു കഥയില്ല. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.